നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒന്ന് കെട്ടടങ്ങി നിന്ന സർക്കാർ ഗവർണർ പോരിന് വീണ്ടും തിരികൊളുത്തി ഇ.പി. ജയരാജൻ. സർക്കാർ എന്തു ധൂർത്ത് നടത്തുന്നുവെന്നും ചോദിച്ച് ഗവർണറോട് കയറ് പൊട്ടിക്കുകയായിരുന്നു ജയരാജൻ. പശുവിന് തൊഴുത്ത് കെട്ടുന്നതാണോ ധൂർത്ത് എന്ന് ഇ.പി. ചോദിച്ചു. എല്ലാം ഉപേക്ഷിച്ച് ഗവർണർ താമസിക്കുന്നത് പർണശാലയിലാണോ എന്നും ഇ.പി. പരിഹാസത്തോടെ ചോദിച്ചു. ഗവർണറെ പിന്നെയും കയറി തോണ്ടി പ്രശ്നത്തിനാണ് CPM ശ്രമിക്കുന്നത്. അതിനാണ് ഇ.പി. കളത്തിലിറങ്ങിയിരിക്കുന്നത്. CPMകാരുടെ കണ്ണിൽ മാത്രം സർക്കാർ കാണിക്കുന്നതൊന്നും ധൂർത്തല്ല. തൊഴുത്ത് പണിയൽ, ചാണകക്കുഴി ഉണ്ടാക്കൽ, മതില് കെട്ടൽ, സ്വിമ്മിംഗ് പൂൾ നവീകരിക്കൽ, ഇതിനൊക്കെ ലക്ഷങ്ങൾ എഴുതി മേടിച്ചു. ഒടുവിൽ ക്ലിഫ് ഹൗസിൽ കർട്ടൺ ഇടാനെന്നും പറഞ്ഞ് 7 ലക്ഷം മേടിച്ചെടുത്തു. അതെന്ത് കർട്ടനാണോ എന്തോ. അതും കഴിഞ്ഞ് ക്രിസ്തുമസ് പുതുവത്സരാഘോഷം പറഞ്ഞ് 16 ലക്ഷം ഭക്ഷണത്തിനും 1 ലക്ഷത്തിന്റെ കേക്കും. ഇതൊന്നും ധൂർത്തല്ലേ ജയരാജ? ഈ പറയുന്ന ഗവർണറും ധൂർത്തിന്റെ കാര്യത്തിൽ ഒട്ടും മോശക്കാരല്ല. ഇരുകൂട്ടരും മത്സരിക്കുകയാണ് ആരാണ് ഏറ്റവും കൂടുതൽ ധൂർത്ത് നടത്തുന്നതെന്നുള്ളതിൽ. ഏതായാലും ഇ.പി.യെ കളത്തിലിറക്കി CPM അടുത്ത പോരിന് വഴി തുറന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതേ വഴിയുള്ളൂ. കാരണം ഗവർണറെ ചൊടിപ്പിച്ച് രംഗത്തിറക്കണം. കാരണം വീണ വിജയൻ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണല്ലോ. ആ വിവാദം ഒന്ന് കെട്ടടങ്ങണമെങ്കിൽ മറ്റൊരു വിഷയത്തിലേക്ക് വിവാദം എത്തിക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇ.പി. ജയരാജൻ ഗവർണറെ കയറി തോണ്ടിയിരിക്കുന്നത്. പശുവിന് ആല കെട്ടുന്നതാണോ ധൂർത്ത്? അത് അദ്ദേഹത്തോട് ചോദിക്കണം. വാഹനം ഉപയോഗിക്കുന്നതാണോ ധൂർത്ത്? അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്? ഇതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം പർണശാലയിലാണോ താമസിക്കുന്നത്? ആദ്യം അദ്ദേഹം സ്വയം പരിശോധിക്കട്ടെ. അതിനുശേഷം മറ്റുള്ളവരെ വിമർശിക്കൂ. ഗവർണറുടെ വിമർശനത്തിന് മറുപടിയായി ഇ.പി. ജയരാജൻ പറഞ്ഞ വാക്കുകളാണ് ഇത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും പ്രതിഷേധിക്കേണ്ട അവസ്ഥയാണുള്ളത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇതേ മനോഭാവമാണ് തുടരുന്നതെങ്കിൽ അവിടെയും ജനങ്ങൾക്ക് നീതി ലഭിക്കില്ല. അവരുടെ താല്പര്യം സംരക്ഷിക്കപ്പെടില്ല. മതവിശ്വാസത്തെ മതഭ്രാന്താക്കി അതുവഴിയാണ് അധികാരം പിടിക്കുന്നത്. താൽക്കാലികമായി അധികാരം പിടിച്ചിട്ടുണ്ടാവും. എന്നാൽ അത് ശാശ്വതമായി നിലനിർത്താനോ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കില്ല എന്നും ഇ.പി. ജയരാജൻ മുന്നറിയിപ്പ് കൊടുത്തു. കേരളത്തിൽ LDFന് വലിയ വിജയം നേടാൻ കഴിയും. കേരളത്തിലെ അന്തരീക്ഷം അതാണ്. ഇടതുപക്ഷത്തിന് അനുകൂലമായി വലിയ മാറ്റം ജനങ്ങൾക്കിടയിൽ കേരളത്തിലുണ്ട്. സാമ്പത്തിക ബാധ്യത മൂലമാണ് ക്ഷേമ പെൻഷൻ നൽകാൻ സാധിക്കാത്തത്. അർഹതപ്പെട്ട കേന്ദ്ര വിഹിതം കുറച്ചതുമൂലമാണ് പെൻഷൻ നൽകാൻ സാധിക്കാത്തത്. കേന്ദ്രം തന്നാൽ പെൻഷൻ അടക്കം എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു തീർക്കാം. പ്രതീക്ഷയോടെയാണ് സമരം നടത്തുന്നത്. പ്രതീക്ഷകൾക്കനുസരിച്ച് ജനങ്ങൾ ചിന്തിക്കും, കാര്യം മനസ്സിലാക്കും. അതിനനുസരിച്ച് ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. വരാൻ പോകുന്ന ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യത്തെ ശക്തിപ്പെടുത്തും. അത് ഇന്ത്യയുടെ ഭാവിയെ കാത്തു സൂക്ഷിക്കുമെന്നും ഇ.പി. ജയരാജൻ അഭിപ്രായപ്പെട്ടു. വരാൻ പോകുന്ന ഇടതുപക്ഷമെന്നൊക്കെ ഇ.പി. തള്ളിമറിച്ചിട്ടുണ്ട്. 3.0 സ്വപ്നം കണ്ടിറങ്ങിയിരിക്കുകയാണ് CPM. എന്നാൽ ജനം പൊറുതിമുട്ടി നിൽക്കുകയാണെന്ന് ഇവരോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണ് ട്രോള് വരുന്നത്. പിണറായി സർക്കാരിനെതിരെ ജനവികാരം ഇളകി നിൽക്കുകയാണ്. മുഖ്യമന്ത്രിക്കും മകൾക്കും നേരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളും CPMനെ ബാധിക്കുന്നുണ്ട്. എന്തിനേറെ പാർട്ടിക്കുള്ളിൽ പോലും മുറുമുറുപ്പ് ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. മുഖ്യമന്ത്രിക്കും മകൾക്കും സർക്കാരിന്റെ അഴിമതികൾക്കുമെതിരെ ഉയർന്നിരിക്കുന്ന ജനവികാരം കോൺഗ്രസിന് വോട്ടാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇനി മകളെ ഊരിയെടുക്കാൻ പിണറായി കേന്ദ്രവുമായി ഡീലുണ്ടാക്കി ഏതൊക്കെ ജില്ലകൾ വിട്ടുകൊടുക്കും, ഏതൊക്കെ മണ്ഡലങ്ങൾ വിട്ടുകൊടുക്കുമെന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്.